കൂത്തുപറമ്പിനടുത്ത വലിയ വെളിച്ചം കുമ്പളത്തോടിയിൽ ചെങ്കൽപ്പണ ഇടിഞ്ഞ് ലോറി ഡ്രൈവർക്ക് ദാരുണ അന്ത്യം സംഭവിച്ച ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ ഭീകരമായൊരു ദൃശ്യങ്ങൾ തന്നെയാണ്. അതായത് ഈ വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. വളരെ ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോഴും ലോറി ആ മണ്ണിനകത്താണ്. ലോറി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ മണ്ണിനടിയിൽ നിന്നും ലോറി ഡ്രൈവറെ ഈ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ക്യാബിൻ പൊളിച്ചാണ് പുറത്തെടുത്തതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലോറി പൂർണ്ണമായും ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെയാണ്. വലിയ രീതിയിലാണ് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൂത്തുപറമ്പിനടുത്ത നരവൂർ കുഞ്ഞിപ്പീടിക സ്വദേശിയായിട്ടുള്ള സുധി 42 വയസ്സുള്ള സുധിക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ഈ ചെങ്കൽപ്പണയിൽ കല്ല് കയറ്റാനായി നിർത്തിയതായിരുന്നു ഈ മിനി ലോറി. ഈ കല്ല് കയറ്റുന്നതിനിടെ ഈ സുധി ഈ ലോറിയുടെ ക്യാബിനിലാണ് ഉണ്ടായിരുന്നത്. കല്ല് കയറ്റുന്നതിനിടെ മണ്ണിടിയുകയായിരുന്നു. മണ്ണ് ഇടിഞ്ഞ് ഈ ലോറിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് പണയിൽ മറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുധിയും ഈ മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വണ്ടി നീക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ അപ്പോഴേക്കും തന്നെ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് ലോറിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ചെങ്കല്ലിൻ്റെ മെഷീനും ഒക്കെ ഈ മണ്ണിനടിയിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ട്. ഈ മണ്ണിടിഞ്ഞ് വീഴുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. നേരത്തെ നമ്മൾ ഇവിടെ വന്നപ്പോഴും മണ്ണ് ചെറിയ രീതിയിൽ ഇടിയുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ മണ്ണിടിഞ്ഞു. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായി, ഈ സ്ഥലത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകുന്നത് വളരെ പണിപ്പെട്ടായിരിക്കും ഈ സുധിയെ ഈ ലോറിക്കകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടാകുക എന്നാണ്. കാരണം അത്രയും മണ്ണ് ഇവിടെ ഇടിഞ്ഞ് വീണിട്ട് വലിയൊരു ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ലോറി പൂർണ്ണമായും മിനി ലോറി പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ തന്നെയാണ്. അത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് അതിൻ്റെ ക്യാബിൻ പൊളിച്ചാണ് ഈ സുധിയെ പുറത്തെടുത്ത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണിത്. ഈ ഭാഗത്ത് നിറയെ ചെങ്കൽ പണകളുള്ളൊരു പ്രദേശമാണ്. ഈ പണയിൽ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ മറ്റ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊക്കെ തന്നെ ഇത് കണ്ട് ഓടി മാറി എന്നാണ് ദൃക്സാക്ഷികൾ നേരത്തെ ഇവിടെ നമ്മോട് സംസാരിച്ചവരൊക്കെ തന്നെ പറഞ്ഞത്. അത്തരത്തിൽ വലിയൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിയുന്നത്. ചെങ്കൽപ്പണയിൽ മണ്ണിടിഞ്ഞ് ഈ ലോറിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ലോറി ചെങ്കല്ല് കയറ്റാനായി ഇവിടെ നിർത്തിയതായിരുന്നു. ചെങ്കല്ല് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റ് തൊഴിലാളികളൊക്കെ ലോറിയിലെ ലോഡിംഗ് തൊഴിലാളികളും അതുപോലെ ചെങ്കല്ല് പണിയെടുക്കുന്ന മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഓടി മാറിയതിനാൽ വലിയൊരു ദുരന്തമാണ്. അതായത് ഒരാളുടെ അന്ത്യം സംഭവിച്ചു. എന്നാൽ ഇതിലും വലിയ ഒരു സംഭവമായി മാറുമായിരുന്നു. എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ അപകടമാണ് ഒഴിവായത്. സുധിയുടെ മൃതദേഹം ഇപ്പോൾ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. കാരണം ഇവിടേക്ക് എത്തിപ്പെടുക തന്നെ വലിയ പ്രയാസമുള്ളതാണ്. ചെങ്കൽപ്പണയിലേക്കുള്ള വഴികളാണ്. ഇവിടെ നിന്നും ഇവിടേക്ക് എത്തിപ്പെടാനും ഇവിടുന്ന് പുറത്തേക്ക് പോകാനൊക്കെ വലിയ ദുർഘടമായ വഴികളാണ്. അത്തരത്തിലൊരു സ്ഥലത്താണ് ഈ ഒരു വലിയൊരു അപകടം നടന്നിട്ടുള്ളത്. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.